ഒരു സാധാരണ ട്രഡീഷണൽ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു ബിസിനസിന്റെ ആശയം കേൾക്കുന്നത്. ഈ ഒരു ബിസിനസിന്റെ ആശയം എന്റെ കയ്യിലേക്ക് എത്തിച്ചു തന്നിട്ടുള്ളത് നിങ്ങളൊക്കെ സുപരിചിതനായിട്ടുള്ള പാലാഴി സ്വദേശിയായിട്ടുള്ള, ഇന്നലെ നിങ്ങൾക്ക് മോർണിംഗ് മീറ്റിൽ നിറസാന്നിധ്യമായിട്ടുള്ള ഷഫീഖ് സാറാണ്. സാറിന് ഈ ഒരു അവസരത്തില് നന്ദി അർപ്പിക്കുകയാണ്. ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വരുന്നത് 2019 ഡിസംബറിലാണെങ്കിലും അതിന്റെ മുമ്പേ കോഴിക്കോട് ജില്ലയിൽ തന്നെ, കോഴിക്കോട് പ്രോപ്പർ ടൗണിൽ ഒരു ട്രഡീഷണൽ ബിസിനസ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു ട്രാവൽസ് മേഖലയിലായിരുന്നു. ഡയറക്ട് സെല്ലിംഗ് എന്താണ് എന്നോ MLM എന്താണ് എന്നോ ഇ കൊമേഴ്സ് എന്താണ് എന്നോ ഒന്നും അറിയാത്ത തികച്ചും ഒരു കുട്ടിയായിട്ട്, ഈ ഒരു കൺസെപ്റ്റ് നേരത്തെ ചെയ്തിട്ടുമില്ല, ഇങ്ങനെയുള്ള ഒരു കൺസെപ്റ്റിനെ പറ്റി കേട്ടിട്ടുമില്ല, ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു ഡയറക്ട് സെല്ലിംഗ് എന്ന ഈ ഒരു ആശയം MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഈ ഒരു കമ്പനീനെ പറ്റി മാത്രമാണ്. കേട്ട സമയത്ത് ഈ ഒരു ബിസിനസ് ചെയ്യാൻ കഴിയുമോ, ഇതിന്റെ പ്രോഡക്റ്റ് എന്താണെന്നോ ഇതിന്റെ പ്ലാൻ എന്താണെന്നോ, ഇത് ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് കമ്പനിയിൽ തന്നെ ടോപ്പ് ലെവലിൽ നിൽക്കുന്ന നമ്പർ 1 കമ്പനിയാണോ എന്നൊന്നും ചിന്തിച്ചിട്ടില്ല. നമുക്കറിയാം, ഒരു ജോലിക്ക് പോകുന്ന സമയത്ത് അതല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യുന്ന സമയത്ത് അതിൽ പരിപൂർണമായിട്ടും ആ ഒരു ബിസിനസ് വളരെ ആത്മാർത്ഥമായിട്ട് ഏറ്റെടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു. ട്രഡീഷണലിലൊക്കെ നിന്നിട്ടുള്ള ആളുകൾക്ക് ഒരു പക്ഷേ കേട്ട് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നമുക്കറിയാം, കേരളത്തില് നിപ്പ വൈറസ് സ്റ്റാർട്ട് ചെയ്തിട്ട് പേരാമ്പ്ര ആ ഒരു സാഹചര്യത്തിലാണ് നമുക്ക് ചെറിയ ചെറിയ ഇൻസിഡന്റുകളൊക്കെ ബിസിനസ്സുകാർക്കൊക്കെ വരാൻ തുടങ്ങിയത്. മലബാറിൽ മാത്രമായിരുന്നു ആ ഒരു ബുദ്ധിമുട്ട്. അത് കഴിഞ്ഞതിന് ശേഷം 2 പ്രളയം വന്നു. അതിന്റെ ഉള്ളിലായിട്ട് തന്നെ നമുക്ക് 500-ന്റെ നോട്ട് മാറി നോട്ട് നിരോധനം എന്ന ആ ഒരു ബുദ്ധിമുട്ടിലേക്ക് വന്നു. തുടക്ക സമയത്തൊക്കെ നോട്ട് നിരോധനമൊക്കെ വന്ന സമയത്ത് വലിയ സന്തോഷമൊക്കെ തന്നെയായിരുന്നു. കാരണം ബാങ്കിന്റെ ചെസ്റ്റുകളിലൊക്കെ പോയിട്ട് പേയ്മെന്റ് കളക്ട് ചെയ്തിട്ട് തിരുവനന്തപുരം റിസർവ് ബാങ്കിലേക്ക് ആ ഒരു പേയ്മെന്റ് ഒക്കെ എത്തിക്കേണ്ട ട്രാൻസ്പോർട്ടിംഗ് മേഖലയിലൊക്കെ നമുക്ക് വണ്ടിക്കൊക്കെ നല്ല ഓട്ടം കിട്ടി. അപ്പൊ വിചാരിച്ചു നല്ല സാമ്പത്തികം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണെന്ന്. പക്ഷെ അറിയുന്നത് പിന്നെയാണ് ഈ നോട്ട് നിരോധനമൊക്കെ ഒരുപാട് മേഖലയിലുള്ള ആളുകൾക്ക്, പ്രത്യേകിച്ച് ബിസിനസ്സുകാർക്കൊക്കെ ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമായിരുന്നു എന്നുള്ളത്. ഈ ഒരു സാഹചര്യത്തിലൊക്കെ തന്നെ പിടിച്ചു നിന്ന് ചെയ്യുന്ന സമയത്താണ് 2019 ഡിസംബറിനോട് കൂടിയിട്ട് COVID-19 എന്ന ആ ഒരു മഹാമാരി ഇന്ന് ഇന്ത്യയിൽ തന്നെ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യം വന്നത്. ആ ഒരു സാഹചര്യത്തില് ടാക്സി സർവീസിൽ 10-14 ചെറിയ വണ്ടിയും ഒരുപാട് ട്രാവലറും ബസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വലിയ ഒരു മേഖലയിൽ നിന്നും നമ്മുടെ ഇൻകത്തിന്റെ സ്രോതസ് ഇല്ലാത്തൊരവസ്ഥയിലേക്കും, ആ ഒരു സാഹചര്യത്തില് ഒരു സർവീസ് സെക്ടർ ആയതുകൊണ്ട് തന്നെ സാമ്പത്തികം ഉണ്ടാക്കുന്ന വഴി അവിടെ നിന്നുപോയി, സാമ്പത്തികം വരുന്ന വഴി അവിടെ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തില് സന്തോഷം, ഒരു കുട്ടി ജനിച്ചാൽ ആ ഒരു കുട്ടിയുടെ ചടങ്ങായിട്ടുള്ള പല പരിപാടികളും, ഒരു വീട്ടിലൊരു മരണം സംഭവിച്ചാൽ അല്ലെ നമ്മളെ സമൂഹത്തിൽ ഒരു മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ഓരോ മത അടിസ്ഥാനത്തിലുള്ള ഓരോ കർമ്മങ്ങളും ഈ രീതിയിലുള്ള കാര്യങ്ങൾ ഒഴിച്ചുകൂടാൻ പറ്റാത്തതായിരുന്നു. പക്ഷെ ആ ഒരു കോവിഡ് വന്ന സമയത്ത് അങ്ങനെയുള്ള പരിപാടി പോലും നിന്നുപോയി. എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു വാഹനം കയ്യിലുണ്ടെങ്കിൽ ആ വാഹനം ഒരു സർവീസിനാണ് വാങ്ങിയതെങ്കിൽ അത് ഈ പറയുന്ന മേഖലയിലുള്ള അല്ലെ ഈ പറയുന്ന ആളുകൾക്കൊക്കെ ഇത് ഒരു സർവീസിന്റെ ആവശ്യാർത്ഥമാണ് വാങ്ങുന്നത് അല്ലെ ഉപയോഗിക്കുന്നത്. ആ ഒരു കാര്യം പോലും നിന്നുപോയ സമയത്ത് നമ്മുടെ വരുമാനത്തിന്റെ മാർഗമാണ് നിന്നു പോയിട്ടുള്ളത്. അങ്ങനെയാണ് നമ്മളെ സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു മേഖലയില് എന്തെങ്കിലുമൊക്കെ ജോലിയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ, അല്ലെ നമ്മളെ കുടുംബത്തില് അല്ലെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഓരോ മതത്തിലുള്ള ആളുകൾ അവരുടെ ഒരു ക്ഷേമം അന്വേഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ദൈവത്തിനെ വിളിക്കും. അതേപോലെ നമ്മൾ പണിക്കരെടുത്ത് പോകും.
അതേപോലെ നമ്മൾ തങ്ങളെടുത്തു പോകും എന്ന മേഖലയിലേക്കൊക്കെയാണ് നമ്മൾ ആദ്യം തിരിഞ്ഞു നോക്കുന്നത്. പക്ഷെ എന്താണെന്നറിയില്ല, ദൈവത്തിന്റെ ഒരു നോട്ടം നമ്മളിലേക്കൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇന്ന് ഇവിടെ ഇരിക്കുന്ന 100ഓളം ആളുകൾ. എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊക്കെ ദൈവത്തിന്റെ ഒരു കണ്ണ് നിങ്ങളുടെ ഭാഗത്തേക്ക് അല്ല നിങ്ങളെ കുടുംബത്തിലേക്ക് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ പരിപൂർണമായിട്ടും വിശ്വസിക്കുക. ഇന്ന് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു കോഴിക്കോട് ജില്ലയില് അല്ലെങ്കിൽ പരിസര പ്രദേശങ്ങളിലെ ജില്ലയിൽ പല ആളുകൾക്ക് പോലും ഈ ഒരു ഓപ്പർച്യൂണിറ്റി എന്ത് ചെയ്തിട്ടില്ല, കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പം എന്തെങ്കിലൊക്കെ ഒരു നമ്മള് ജന്മം കൊണ്ടോ അതല്ലെങ്കിൽ നമ്മളെ കർമ്മം കൊണ്ടൊക്കെ ഏതെങ്കിലും നല്ല ഒരു പ്രവർത്തനത്തിന്റെ ഫലമായിരിക്കാം മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഈ ഒരു കമ്പനിയുടെ ഒരു ആശയം നമ്മളെ കയ്യിലേക്ക് എത്തിച്ചിട്ടുള്ളത്. കാരണം ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം 10-16 വർഷങ്ങളായിട്ട് വളരെ സിൻസിയർ ആയിട്ടും സീരിയസ് ആയിട്ടും ഏറ്റെടുത്തിട്ടുള്ള ഒരു വരുമാന സ്രോതസ്സായിട്ടുള്ള ആ ഒരു ട്രാവൽസ് നിന്നുപോയ സമയത്ത് ഒരു അപരിചിതനായിട്ടുള്ള നമ്മുടെയൊക്കെ കയ്യിലുള്ള ഒരു ഇൻബിൽഡ് ആയിട്ടുള്ള ആൻഡ്രോയിഡ് ഫോണിൽ ഇൻബിൽഡ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഫേസ്ബുക്ക്. അങ്ങനെ ഒരു ഫേസ്ബുക്ക് ഫ്രണ്ട് ആയിട്ടുള്ള ഇന്നത്തെ അപ്കമിങ് നാഷണൽ ടീം കോർഡിനേറ്റർ ആയിട്ടുള്ള ഷെഫീഖ് സാർ ആണ് അന്ന് ഈ ഒരു ആശയം എന്റെ കയ്യിലേക്ക് കിട്ടിയിട്ടുള്ളത്. ഇന്ന് ഇവിടെ ഇരിക്കുന്ന പല ആളുകളും ഒരു ബന്ധുവിന്റെ സുഹൃത്തിന്റെയോ, നമ്മൾ GTS തുടങ്ങുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട്, ഒരു ബന്ധുവിന്റെ സുഹൃത്തിന്റെയോ ക്ഷണം സ്വീകരിച്ചിട്ട് ഇന്ന് ഈ ഒരു വേദിയിലേക്ക് എത്തി എന്നുള്ളത്. പക്ഷെ എനിക്ക് ഒരു ബന്ധു അല്ല, ഒരു സുഹൃത്തു അല്ല, ഒരു വളരെ സ്ട്രേഞ്ചർ ആയിട്ടുള്ള ഒരാളാണ് ഈ ഒരു ബിസിനസ് അവസരം, ഈ ഒരു ആശയം എന്റെ കയ്യിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ആ എത്തിച്ച സമയത്ത് ആള് പറഞ്ഞത് 1-2 കാര്യങ്ങൾ മാത്രമേ ഞാൻ അവിടെ സ്വീകരിച്ചിട്ടുള്ളൂ. ഒന്നാമത്തെ കാര്യം, നോ ഇൻവെസ്റ്റ്മെന്റ്. ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വരുന്ന സമയത്ത് നമ്മൾ പറയുന്നുണ്ട് ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇവിടെ ആവശ്യമില്ല എന്നുള്ളത്. രണ്ടാമത്തത് നമ്മൾ പറയുന്നത് നമുക്ക് കോണ്ടാക്ട്സ് ആണ് വേണ്ടത്. ഇവിടെ എന്തൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തും അതിന്റെ ബേസിക് എന്ന് പറയുന്നത് കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് ആണ്. എന്നാല് ഡയറക്ട് സെല്ലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് അല്ല വേണ്ടത്, നമുക്ക് എന്താണ് വേണ്ടത്, കോണ്ടാക്ട്സ് ആണ് വേണ്ടത്. ഒരുപാട് ആളുകളുടെ കോണ്ടാക്ട്സുകളാണ് നമ്മൾ ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പം ഈ പറയുന്ന 2019 ഞാൻ ഈ ഒരു കൺസെപ്റ്റ് കേൾക്കുന്ന സമയത്ത് എന്റെ കയ്യിൽ ഇല്ലാത്തതും എന്തായിരുന്നു, ഇൻവെസ്റ്റ്മെന്റ് ആയിരുന്നു. കാരണം ആ ഒരു സമയത്ത് സാമ്പത്തികമായിട്ടും വളരെ ക്രൈസിസിലായിരുന്നു. അങ്ങനെ 2020 കാലഘട്ടങ്ങളിൽ ഈ ഒരു ബിസിനസ്സിലേക്ക് ചുവട് വെച്ചു. അങ്ങനെ നമുക്കറിയാം ഇത് പെട്ടെന്നൊന്നും നമുക്ക് എന്ത് ചെയ്യില്ല, അത്ര നല്ല രീതിയിലോ അതല്ലെങ്കിൽ പെട്ടെന്നോ നമുക്ക് ഏറ്റെടുത്ത് വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്ലാറ്റ്ഫോമിലായിരിക്കില്ല നമ്മൾ എത്തിയിരിക്കുന്നത്. ഒരു പക്ഷേ നമ്മളെ ഇന്ന് തന്നെ ഈ ഒരു മോർണിംഗ് മീറ്റിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുള്ള പല ആളുകളും അതല്ലെങ്കിൽ GTSലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുള്ള പല ആളുകളും വൺ ടൈം വന്നു പോയ ആളുകൾ ഉണ്ടാവാം. ഇത് എന്നെ കൊണ്ട് സാധിക്കൂല, അല്ല എനിക്ക് സമയമില്ല, എനിക്ക് സമ്മതമല്ല, വീട്ടിലുള്ള ആളുകൾക്ക് താല്പര്യമില്ല, അങ്ങനെ പറയുന്ന പല എക്സ്ക്യൂസുകളും പറയുന്ന ആളുകൾ ഉണ്ടാവാം. എന്ന പോലെ തന്നെ ഞാനും വന്നു, ഒരു GTSൽ പങ്കെടുത്തു. വന്ന സമയത്ത് തന്നെ അത് ഏറ്റെടുത്തിട്ടൊന്നുമില്ല. നിരന്തരമായിട്ടുള്ള ഒരു ഫോളോ അപ്പിന്റെ അടിസ്ഥാനത്തിലാണ്, പല രീതിയിലും ഫോളോ അപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് എന്റെ മെന്ററായിട്ടുള്ള അതല്ലെങ്കിൽ എന്റെ ലീഡർ ആയിട്ടുള്ള സാറിന് ഇന്ന് എന്നെയും RTC കഴിഞ്ഞ് NTC എന്ന് പറയുന്ന റാങ്കിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇന്ന് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന മുഴുവൻ ആളുകളോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇവിടെ ഇന്ന് ഇരിക്കാൻ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ള ആളിനെ നിങ്ങൾ പരിപൂർണമായിട്ടും എന്ത് ചെയ്തോളുക, വിശ്വസിക്കുക. ആളിന് വലിയ റാങ്കിലേക്ക് എത്താനോ വലിയ വരുമാനത്തിലേക്ക് എത്താനോ അല്ല നിങ്ങളെ നിരന്തരമായിട്ടും ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിങ്ങളെ നിരന്തരമായിട്ടും പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത്. നമ്മൾ പറയാറുണ്ട് ട്രഡീഷണൽ ബിസിനസ്സിൽ, ഇന്ന് ഇവിടെ ട്രഡീഷണൽ ബിസിനസ്സിൽ ഇരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ ഒരാളിനെ എനിക്ക് നന്നായിട്ട് പരിചയമുണ്ട്. കോഴിക്കോട് പുതിയ സ്റ്റാൻഡിന്റെ അടുത്ത് ഒരു
ഷോപ്പിൽ ജോലി ചെയ്ത ഒരാള്, ആളെ പേര് ഇവിടെ എനിക്ക് അറിയാൻ പറ്റുന്നില്ല, എന്തായാലും എനിക്ക് അറിയാൻ പറ്റുന്ന ഒരാളാണ്. ഒരുപാട് വർഷങ്ങളായിട്ട് ആ ജോലി അവിടെ വളരെ ആത്മാർത്ഥമായിട്ട് രാവിലെ 8 മണിക്കോ 9 മണിക്കോ പോയിരുന്ന് ആ ഒരു സ്ഥാപനത്തിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന വരുമാനമാണ് അവരുടെ ജീവിതത്തിൽ അവർ ഉപയോഗിച്ചിട്ടുണ്ടാവുക. പക്ഷെങ്കില് ആ ഒരു വരുമാനം ആ ഒരു കടയില് നമ്മൾ എത്ര ആത്മാർത്ഥത കാണിച്ചിട്ടുണ്ടെങ്കിലും, അവിടെ എത്ര വലിയ സെയിൽസ് ഉണ്ടായി കൊടുത്തിരുന്നാലും, നമുക്ക് തരാം എന്ന് പറഞ്ഞതല്ലാതെ അതിന്റെ അകത്തുനിന്നൊരു പൈസ അതല്ലെങ്കിൽ അതിന്റെ അകത്തുനിന്നൊരു ഒരു ലാഭവിഹിതം നമുക്ക് തരില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് ട്രഡീഷണൽ ബിസിനസ് നമ്മുടെ ബിസിനസ് അല്ല. വേറൊരാളെ സ്ഥാപനത്തിൽ നമ്മൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ സമയമാണ് അയാൾക്ക് വിറ്റ് അയാൾക്ക് സാമ്പത്തികം ഉണ്ടായി കൊടുക്കുന്നത്. എന്നാൽ ഇന്ന് ഇവിടെ ഇരിക്കുന്ന പല ആളുകളും മനസ്സിലാക്കേണ്ടത്, ഇത് നമ്മുടെ ഓൺ ബിസിനസ് ആണ്. ഇവിടെ നമ്മൾ എത്ര കണ്ട് സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നു, എത്ര കണ്ട് എഫേർട്ട് എടുക്കുന്നു, അത്ര കണ്ട് നമ്മളെ ബിസിനസ് ഡെവലപ്പ് ആവുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു ലീഡർ ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്ത്, ഈ ഒരു മീറ്റിംഗിലേക്കും പ്രോഗ്രാമിലേക്കും നിരന്തരമായിട്ട് നമ്മളെ വിളിക്കുന്ന സമയത്ത്, പുതിയ ആളുകൾക്ക്, ഒരു തുടക്കക്കാർക്ക് ഒരു അരോചകത്വമായിട്ട് തോന്നും. എന്തൊരു ശല്യാണിത്, ഞാനത് ചെന്ന് പെട്ടല്ലോ, അല്ലെങ്കിൽ നമ്പർ കൊടുത്ത് പെട്ടല്ലോ, ആൾക്ക് ഡെവലപ്പ് ആവാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് നമ്മൾ തുടക്കത്തിലൊക്കെ മനസ്സിലാക്കുന്നത്. നിങ്ങളെ വിൻ വിൻ സിറ്റുവേഷൻ, നിങ്ങളെ എങ്ങനെ വിജയിപ്പിക്കുക എന്നുള്ളതാണ്. നിങ്ങളെ വിജയിപ്പിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ മാത്രമാണ് ഒരു ലീഡർ ഇവിടെ എന്താവുന്നത്, വിജയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത് നിങ്ങൾ എല്ലാ ആളുകളും മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എങ്ങനെയാണ് ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ വിജയിക്കാം? ഇന്ന് എന്നെ കേൾക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, എന്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, വന്ന കാലത്തെ എക്സ്പീരിയൻസ് ഒക്കെ പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ട്. പക്ഷെ ഇന്ന് ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളും ഒരുപാട് ലീഡേഴ്സിന്റെ എക്സ്പീരിയൻസും അവർക്ക് കിട്ടിയിട്ടുള്ള അച്ചീവ്മെന്റുകളായിരിക്കാം നമുക്ക് മോട്ടിവേഷൻ. എന്നാ ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്, എങ്ങനെ നമുക്ക് ഈ ഒരു ബിസിനസ്, ഒരു തുടക്കക്കാർക്ക് എങ്ങനെ ഈ ഒരു ബിസിനസ്സിൽ വന്നിട്ട് വിജയിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ തുറന്ന മനസ്സോട് കൂടിയിട്ട്, ലീഡർക്ക് വേണ്ടിയിട്ടല്ല, എനിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ രാവിലെ 6 മണി ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കുന്നത് എന്നുള്ള ഒരു ദൃഢനിശ്ചയത്തോട് കൂടിയിട്ട് ഇരിക്കുക. നമ്മൾ പറയാറുണ്ട്, ഒരു ബിസിനസ്സിലേക്ക് കടന്നു വന്നു, നമ്മുടെ ഈ ഒരു ആശയം, ഡയറക്ട് സെല്ലിംഗ് എന്ന ഈ ഒരു ആശയത്തിലേക്ക് എത്തിപ്പെടുന്നത് നമ്മളൊരു ഡിസ്ട്രിബ്യൂട്ടർ എന്ന ആ ഒരു റാങ്കിലാണ് നമ്മൾ എത്തിപ്പെടുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഐഡി അടിക്കുന്ന ആ ഒരു സമയം എപ്പോഴാണോ, ആ ഒരു സമയത്ത് മാത്രമാണ് നമ്മളൊരു ഡിസ്ട്രിബ്യൂട്ടർ. ഒരു ഡിസ്ട്രിബ്യൂട്ടറിൽ നിന്നും നമുക്ക് പിറവി എടുക്കേണ്ടത് ഒരു ലീഡർഷിപ്പിലേക്കാണ് എന്നുള്ളത് നിങ്ങൾ ഓരോ ആളുകളും മനസ്സിലാക്കുക. ഒരു ലീഡറെ നമുക്ക് എവിടുന്ന് കണ്ടെത്താൻ സാധിക്കും? തികച്ചും മനസ്സിലാക്കുക, ഫീൽഡിൽ നിന്ന് മാത്രമേ നമുക്കൊരു ലീഡറെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. എന്താണ് നമ്മുടെ ഫീൽഡ്? നമ്മൾ പറയാറുണ്ട്, ഫീൽഡിലോട്ട് ഇറങ്ങുന്ന സമയത്ത്, ഏതൊരു ജോലിക്കും നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ആ ഒരു ജോലിക്ക് വേണ്ട ടൂളുകൾ നമ്മളെ കയ്യിൽ ഉണ്ടായിരിക്കണം. എന്താണ് ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഒരു ലീഡർ ആവാൻ വേണ്ടിയിട്ട് ആ ആള് ഫീൽഡിലോട്ട് ഇറങ്ങി ചെയ്യേണ്ടത്? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളെ കയ്യിൽ എന്തുണ്ടായിരിക്കണം? നല്ലൊരു ലിസ്റ്റ് ഉണ്ടായിരിക്കണം. നമ്മളൊരു വിധി എഴുതണ്ട, ആ ആള് പറ്റൂല, ഈ ആള് പറ്റൂല, അയാൾ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളാണ്, അയാൾക്ക് സമയമില്ലാത്ത ആളാണ്, അയാൾക്ക് സാമ്പത്തികമായിട്ട് ഒരുപാട് നേട്ടം ഉണ്ടാക്കിയിട്ടുള്ള ആളാണ് എന്ന് ഇങ്ങനെയുള്ള ഒരു വിധി എഴുതണ്ട. ഒരു ലിസ്റ്റ് മേക്ക് ചെയ്യാൻ നിങ്ങളോട് ലീഡർ പറയുന്നുണ്ടെങ്കിൽ, ഈ ഒരു ബിസിനസ്സിലേക്ക് ലിസ്റ്റ് ഉള്ള ആളിന് മാത്രമേ ഫീൽഡിൽ നന്നായിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വർക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. ഒരു ഫീൽഡിലോട്ട് ഇറങ്ങിയാൽ മാത്രമേ നമ്മളെ ടീമിലോട്ട്, അല്ലെ നമ്മളെ അസോസിയേറ്റിലെ ഓരോ ആളുകൾക്കും ഒരു നല്ല ലീഡർ ആവാൻ സാധിക്കുന്നുള്ളൂ. നമ്മൾ തുടക്ക സമയത്ത് ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വരുന്നത്, നിങ്ങൾക്ക് ചെയ്യുന്ന മേഖലയിൽ നിന്നും ഒരു എക്സ്ട്രാ ഇൻകം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു മേഖലയിലാണ് എന്ന് പറയുന്നു. അത് കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇൻകത്തിനെ മാത്രമാണ് പിന്നെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും
ഇൻകത്തിനെ അല്ല ഫോക്കസ് ചെയ്യേണ്ടത്, നമ്മൾ ഒരു ടീമിനെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്. നമുക്ക് ഈ പറയുന്ന ഒരു ലിസ്റ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. തുടക്ക സമയത്ത് എനിക്കൊന്നും കിട്ടിയില്ല, വന്ന് പ്രവർത്തിക്കാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ ഇൻകത്തിനെ ഫോക്കസ് ചെയ്യാറ്. അങ്ങനെ ഇൻകത്തിനെ ഫോക്കസ് ചെയ്യുന്ന സമയത്താണ് ഈ ഒരു കൺസെപ്റ്റ് മുന്നോട്ട് ചെയ്യാനുള്ള പ്രവണത കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരു പക്ഷേ 500-നും 1000-നും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന, അല്ലെ മാസ ശമ്പളമായിട്ടുള്ള 15,000-നോ 20,000-നോ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മൾ ഓരോ ആളുകളും ആഴ്ചയിൽ 6 ദിവസം ജോലിക്ക് പോകുന്നു, ഞായറാഴ്ച നമുക്ക് ലീവായിരിക്കാം. അങ്ങനെ നോക്കുകയാണെങ്കിൽ മന്ത്ലി ഒരു 26 ദിവസം നമുക്ക് ജോലിക്ക് പോയാൽ കിട്ടുന്ന ആ ഒരു 15,000-നോ 20,000-നോ അല്ലെങ്കിൽ 20,000-നാണോ നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മൾ ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വന്ന് നമ്മൾ ആ ഒരു ഏണിങ്സ് മാത്രമാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, വരുമാനം മാത്രമാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ബിസിനസ് അധികകാലം മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് ഒരാൾക്കും സാധിക്കില്ല. നമ്മൾ ഫീൽഡിൽ ഇറങ്ങി ഒരു ടീമിനെ ക്രിയേറ്റ് ചെയ്ത് ആ ടീമിനെ നമ്മൾ ഫോക്കസ് ചെയ്ത് അവർക്ക് വേണ്ട വെള്ളവും വെളിച്ചവും നമ്മൾ തളിച്ചു കൊടുക്കുന്ന സമയത്താണ് ഒരു ടീം നമുക്ക് ഉണ്ടാവുന്നത്. ആ ടീമിന്റെ ടൈം മൾട്ടിപ്ലിങ് നടക്കുന്ന സമയത്ത്, അതല്ലെങ്കിൽ അവിടെ നടക്കുന്ന ആ ഒരു സെയിൽസിന്റെ അടിസ്ഥാനത്തിൽ, അവിടെ നടക്കുന്ന വോളിയത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഇവിടെ ലെഫ്റ്റും റൈറ്റും പെയർ മാച്ചിങ്ങിലൂടെ ഇൻകം ജനറേറ്റ് ആവുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ തുടക്ക സമയത്ത് നമ്മൾ ഇൻകത്തിനെ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളും നമുക്ക് ഏറ്റെടുക്കാനും അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കാനും നമുക്ക് സാധിക്കില്ല. നമ്മൾ പറയാറുണ്ട്, ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വരുന്ന സമയത്ത് 2 ടൈപ്പിലാണ് നമ്മൾ കടന്നു വരുന്നത്. ഒന്ന്, നമ്മൾ ആദ്യമേ സെറ്റ് ചെയ്യും എന്ത്, ഒരു 6 മാസം ഞാനൊന്ന് ചെയ്തു നോക്കട്ടെ, അതല്ലെങ്കിൽ ഞാൻ ഒരു വർഷം ഒന്ന് ചെയ്തു നോക്കട്ടെ. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ട്രഡീഷണൽ ബിസിനസ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് ചെയ്യുന്ന ഏതൊരു ബിസിനസ്സും ആ ബിസിനസിന്റെ ഇൻവെസ്റ്റ് ചെയ്ത ആ ഒരു എമൗണ്ട് നമ്മളെ കയ്യിലേക്ക് ആവണം എന്നുണ്ടെങ്കിൽ മിനിമം ഒരു 3 വർഷം പിടിക്കും, അതല്ലെങ്കിൽ 2 വർഷം പിടിക്കും. എത്രയാണോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത് ആ ഒരു ബിസിനസിന്റെ ആ ഒരു മേഖല എന്താണ് എന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ആ ഒരു റീപേയ്മെന്റ് നമ്മളെ കയ്യിലേക്ക് കിട്ടുന്നത്. എന്നാൽ ഈ ഒരു ബിസിനസിന്റെ പ്രത്യേകത, ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെയാണ് നമ്മൾ ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വരുന്നത്. തികച്ചും ഒരു 1000-ഓ 5000-ഓ 10,000-ഓ 15,000-ഓ 25,000-ഓ മാക്സിമം പോവുകയാണെങ്കിൽ ഒരു 50,000 രൂപേന്റെ പ്രൊഡക്റ്റ് എടുത്തിട്ട് നമ്മൾ കടന്നു വരുന്നു. ആളുകളെയാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നത്, മാനേജ് ചെയ്യുന്നത്. ആളുകളെ മാനേജ് ചെയ്യാം എന്ന് പറയുന്ന ആ ഒരു പ്രക്രിയ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവില്ല. അങ്ങനെ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള 6 മാസം കഴിയാറാവും. അതോടുകൂടിയിട്ട് നമ്മളൊരു ഫെയിലിയർ ആണ് എന്നുള്ളത് നമ്മൾ തന്നെ വിധി എഴുതുന്നു. പിന്നെ മുന്നോട്ടേക്കുള്ള യാത്രയിൽ അപ്ലൈൻ വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കാതെ, പ്രോഗ്രാമിന് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ കേട്ടത് തന്നെയല്ലേ കേൾക്കാനുള്ളത്, ഇത്രയും കാലം ഞാൻ കേട്ടിട്ട് എന്താണ് സംഭവിച്ചിട്ടുള്ളത്, എനിക്കൊരു വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് നിങ്ങൾ സ്വയം വിധി എഴുതാൻ നിങ്ങൾ തുടങ്ങും. അതോടുകൂടിയിട്ട് പിന്നെ പറയുന്നത്, മൈലേജ് സ്റ്റൈൽ ഞാനും ചെയ്തിട്ടുണ്ട്, എനിക്കൊന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ മൈലേജ് സ്റ്റൈൽ ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് കമ്പനിയിൽ നമ്പർ 1 കമ്പനി ആണെങ്കിൽ ഈ തരത്തിലുള്ള ഈ രീതിയിലുള്ള ആളുകൾക്ക് ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് കമ്പനിയിലെ മോശമായിട്ടുള്ള കമ്പനിയായിട്ട് നിങ്ങൾ തന്നെ വിധി എഴുതാൻ തുടങ്ങും. നിങ്ങളൊക്കെ പോലൊക്കെ തന്നെ തുടക്ക സമയത്ത് ഒരുപാട് ക്രൈസിസ് ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വന്ന സമയത്ത് ഷഫീഖ് സാറിന്റെ എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ടാവാം. ഭക്ഷണം കഴിക്കാൻ സാമ്പത്തികമില്ലാതെ, പെട്രോൾ അടിക്കാൻ സാമ്പത്തികമില്ലാതെ, പ്രോഗ്രാമിന് പോവാൻ സാമ്പത്തികമില്ലാതെ ഈ ഒരു ബിസിനസ്സിൽ പിടിച്ചു നിന്നതിന്റെ ഫലമാണ് ഇന്ന് 14 ലക്ഷം രൂപ വരുന്ന കിയ സോണറ്റിലേക്കും 18 ലക്ഷം വില വരുന്ന താർ ജീപ്പിലേക്കൊക്കെ ഞങ്ങൾക്ക് മാറാൻ കഴിഞ്ഞിട്ടുള്ളത്. വലിയ എക്സ്പീരിയൻസും വലിയ അച്ചീവ്മെന്റും തുടക്കത്തിൽ പറയുന്നതിനേക്കാൾ നല്ലത് ഇതെങ്ങനെ നേടിയെടുത്തു എന്നുള്ളതാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ടാണ് വലിയ എക്സ്പീരിയൻസും വലിയ ഈ പറയുന്ന അച്ചീവ്മെന്റുകളൊന്നും പറയാത്തത്. നിങ്ങൾ ഇന്ന് മനസ്സിലാക്കേണ്ടത്, നല്ല ഒരു
ട്രെയിനിങ്ങും മീറ്റിങ്ങുകളും നിങ്ങൾ പങ്കെടുക്കുന്ന സമയത്ത് ആ ട്രെയിനിങ്ങിലും മീറ്റിങ്ങിലും എന്താണ് നമ്മളോട് ലീഡേഴ്സ് പറയുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമാണ്. ചുമ്മാ മനസ്സിലാക്കിയതിനെ കൊണ്ടൊന്നും നിങ്ങൾക്ക് നാളെ അത് ടീമിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കില്ല. നമ്മളെപ്പോഴും പറയാറുണ്ട്, സുദീർഘമായ ബുദ്ധിയേക്കാൾ നല്ലത് ഒരു പേനയും പെന്നും ആണ് എന്നുള്ളത്. ഒരു കടലാസോ ഡയറിയോ പേനയോ പെന്നോ ഒക്കെ എടുത്തു വെച്ചിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ എഴുതി വെച്ച് നാളുകളിൽ നിങ്ങളുടെ ലെഫ്റ്റ് റൈറ്റിലുള്ള ടീമിലേക്ക് നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നാളുകളിൽ നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ്സുമായി മുന്നോട്ട് പോകുന്ന സമയത്ത് എവിടെയാണോ നിങ്ങൾക്ക് തളർച്ച വരുന്നത് ആ തളർച്ച നിങ്ങൾക്ക് തിരുത്തി മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ്. ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. നമുക്കറിയാം ഈ മാസം ഏതൊരു കുട്ടിക്കും ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുന്ന മാസമാണ്. ജൂൺ സ്കൂള് തുറന്നു. തറ പറ എന്ന് പഠിക്കുന്നതിന് പകരം അതിന്റെ മുമ്പേ UKG അല്ല LKG UKG എന്ന് പറയുന്ന ഒരു പുതിയ തുടക്കക്കാർക്ക് കൊടുക്കുന്നതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു ഡ്രൈവിംഗ് പഠിക്കുകയാണെങ്കിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഒരു പാട്ട് പഠിക്കുകയാണെങ്കിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഒരു ഡാൻസ് പഠിക്കുകയാണെങ്കിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഏതൊരു കാര്യത്തിനും ഒരു ബേസിക് ഉണ്ട് എന്നുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മളോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, നിനക്ക് ഇതിനെ പറ്റിയിട്ടുള്ള വല്ല ABCD ഉണ്ടോ? അപ്പൊ ഒരു ബേസിക് ഉണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പം എന്നെ കേൾക്കുന്ന ആളുകളോട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഒരു ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. ആദ്യമായിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് ഒരു ഡിസ്ട്രിബ്യൂട്ടർ കടന്നു വന്നു കഴിഞ്ഞാൽ ആ ആൾ മനസ്സിലാക്കേണ്ട, ആൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. ഒന്ന്, ID ക്രിയേറ്റ് ചെയ്യാൻ എങ്ങനെ ആണ് ID ക്രിയേറ്റ് ചെയ്യുന്നത്. നമുക്കറിയാം ഇന്ന് നമുക്ക് ID ക്രിയേറ്റ് ചെയ്തു തരുന്നത് നമ്മുടെ ലീഡർമാരാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ടീം അല്ല അവിടെ ഡെവലപ്പ് ആവുന്നത്, ലീഡറുടെ ടീമാണ് ഡെവലപ്പ് ആവുന്നത്. നമ്മളെ കട രാവിലെ വന്ന് തുറക്കാനും അവിടെ വിളക്ക് വെക്കാനും അതല്ലെങ്കിൽ അവിടെ വന്നിരുന്നിട്ട് അവനവന്റെ ദൈവത്തിനെ വിളിച്ചിട്ട് ഇന്ന് നല്ല രീതിയിൽ കട മുന്നോട്ട് പോകണേ, ഇന്ന് നല്ല രീതിയിലുള്ള സെയിൽസ് നടക്കണേ എന്ന് ഓരോ ആളുകളും മനസ്സ് തുറന്ന് പഠിച്ചാലും പ്രാർത്ഥിച്ചാലും മാത്രമേ അത് നമ്മുടെ ബിസിനസ്സായി മാറുള്ളൂ, നമ്മുടെ കടയായി മാറുള്ളൂ. എന്ന് വെച്ചാൽ നിങ്ങളുടെ ട്രീ ഡെവലപ്പ് ആവണം എന്നുണ്ടെങ്കിൽ അതൊരു ലീഡർ ആയിരിക്കരുത് അവിടെ ID അടിക്കുന്നത്, അത് നിങ്ങളായിരിക്കണം. നിങ്ങളെ അറിയാതെ നിങ്ങളെ ടീം വളരൂല, നിങ്ങൾ അറിഞ്ഞിട്ടേ നിങ്ങളുടെ ടീം വളരുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എന്താണോ നിങ്ങളെ അപ്ലൈനോട് ചോദിച്ച് മനസ്സിലാക്കേണ്ടത്, എങ്ങനെയാണ് സാറേ ഞാൻ ഈ ഒരു ബിസിനസ്സിൽ ID അടിക്കേണ്ടത്? ആ ID അടിക്കാനുള്ളത് വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കാനും വളരെ നല്ല രീതിയിൽ പഠിക്കാനും പഠിച്ചത് താഴെയുള്ള ആളുകളെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യിപ്പിക്കാനും എന്ന് പറഞ്ഞാൽ അവരെ നിങ്ങൾ ഇത് പഠിപ്പിച്ചോളണം. എങ്കിൽ മാത്രമേ നിങ്ങൾ അറിയാതെ നിങ്ങളെ ടീം വളരുള്ളൂ. അതല്ലെങ്കിൽ ആരാണ് നിങ്ങളെ കൊണ്ടുവന്നിട്ടുള്ളത്, ആ കൊണ്ടുവന്നിട്ടുള്ള ആളാണ് നിങ്ങൾക്ക് ID അടിച്ചു തരുന്നതെങ്കിൽ ആ ലീഡർ അറിയാതെ നിങ്ങളെ ടീം വളരൂല. അങ്ങനെ നിങ്ങളുടെ വളർച്ച ശരിയായ രീതിയിൽ വളർന്നു പോകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. ഓക്കെ, നെക്സ്റ്റ് വൺ, ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് ID അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നു. ID അടിച്ച് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് എന്തൊക്കെയാണ് ആ ആപ്ലിക്കേഷനിലൂടെ ചെക്ക് ചെയ്യാനുള്ളത് എന്നുള്ളത് നിങ്ങൾ കാണിച്ചു കൊടുക്കുക. അതിനാണ് നമുക്ക് വർക്ക്ഷോപ്പ് എന്ന് പറയുന്ന കാര്യം. അപ്പൊ ഒരു ആപ്ലിക്കേഷൻ ചെക്ക് ചെയ്യാൻ കൂടുതലായിട്ടൊന്നും പറഞ്ഞു കൊടുക്കാൻ സാധിച്ചിട്ടില്ല. നിങ്ങളെ ലെഫ്റ്റിലും റൈറ്റിലും വന്നിട്ടുള്ള ട്രീ എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ളൂ. 1000 രൂപയുടെ സെയിൽസ് നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ബിസിനസ് വോളിയം എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ളതും, അടുത്ത റാങ്കിലേക്ക് പോവാൻ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആണെങ്കിൽ ലെഫ്റ്റും റൈറ്റും 10,000 ടേൺ ഓവർ വരുന്ന സമയത്താണ് നിങ്ങളുടെ ടീമിന്റെ റാങ്ക് ആയിട്ടുള്ള ബ്രോൺസ് ആവുന്നത് എന്നുള്ളതും, അങ്ങനെ 10,000 വരുന്ന സമയത്ത് അതിന്റെ 12% 1200 രൂപ ഇൻകം കിട്ടുന്നത് എന്നുള്ളതും, ആ 10,000 ടേൺ ഓവർ നടക്കണമെന്നുണ്ടെങ്കിൽ 2 കാറ്റഗറിയിലുള്ള പ്രൊഡക്റ്റുകൾ എത്ര രൂപേന്റെ പ്രൊഡക്റ്റ് എടുത്താലാണ് ഒരു 10,000 ബിസിനസ് വോളിയം കിട്ടുക എന്നുള്ളതും അത് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്താൽ നാളുകളിൽ ആ ഒരു റാങ്ക് കഴിഞ്ഞ് അടുത്ത റാങ്കിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ആ വോളിയം ചെക്ക് ചെയ്യാനും, ആ വോളിയം ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് എത്ര രൂപേന്റെ സെയിൽസ് ആക്കി മാറ്റണം എന്നുള്ളതൊക്കെ നിങ്ങളെ ടീം സ്വമേധയാ പഠിക്കാൻ തുടങ്ങും. നിങ്ങൾ അറിയാതെ ടേൺ ഓവർ കയറാൻ തുടങ്ങും.
അപ്പം BV എന്താണ് എന്നുള്ളതും ബിസിനസ് വോളിയം ചെക്ക് ചെയ്യാൻ എങ്ങനെയാന്നുള്ളതും നിങ്ങൾ അത് എന്ത് ചെയ്യുക, പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. നെക്സ്റ്റ് വൺ, നെഫ്റ്റ് ആൻഡ് പാൻ കാർഡ്. നമ്മളെ സംബന്ധിച്ച് ഇന്ന് നമുക്ക് ചെയ്തു തരുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ കയ്യിലുള്ള മൊബൈലിലൂടെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. പക്ഷെ നമ്മൾ അതിന് ഇനീഷ്യേഷൻ നടത്താത്തത് കൊണ്ട്, അതിനു വേണ്ടിയിട്ട് നമ്മൾ മുതിരാത്തത് കൊണ്ട് മാത്രമാണ് നമുക്കത് ചെയ്യാൻ സാധിക്കാത്തത്. മേ ബി ഒരു പക്ഷെ ഒരുപാട് വലിയ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളല്ലാത്ത നമ്മളെ അനന്തേട്ടനൊക്കെ ഇപ്പം ഇവിടെ ഇരിക്കുന്നുണ്ട്. അനന്തേട്ടനൊക്കെ എന്തായാലും എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന KYC പാൻ കാർഡൊക്കെ അപ്ഡേറ്റ് ചെയ്യും എന്നുള്ളതാണ്. കാരണം അനന്തേട്ടനൊക്കെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് എന്തായാലും ഒരു 2 വർഷത്തിന്റെ മേലെയായി. ഒരു പുതിയ ആളുകൾക്ക് ഒരു ന്യൂജൻ ടെക്നോളജി ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അത് പഠിക്കാനുള്ള ഒരു വ്യഗ്രത എന്നെങ്കിലും നമ്മൾ ഉണ്ടാക്കിയെടുക്കുക, അതല്ലെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം ഈ ഒരു പറയുന്ന KYCയും പാനും ഒക്കെ അപ്ഡേറ്റ് ചെയ്യാൻ കാരണം വരുമാനത്തിന്റെ ഭാഗത്തേക്കാണ് നമ്മളെ വരുന്ന പുതിയ പുതിയ ആളുകളുടെ നോട്ടം. അങ്ങനെയാണെങ്കിൽ ഒരു 10,000 അവിടെ ടേൺ ഓവർ നടക്കുന്നുണ്ടെങ്കിൽ ആ എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് ആവണമെന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഒരു 3,750 വന്ന ഒരു 450 രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് ആവണമെന്നുണ്ടെങ്കിൽ ആത്മാർത്ഥമായി ഏറ്റെടുത്തത് കൊണ്ട് മാത്രമായില്ല. ഈ പറയുന്ന പ്രോസസ്സിംഗ് മെത്തേഡുകളൊക്കെ അവിടെ നടന്നാൽ മാത്രമേ നമുക്ക് അക്കൗണ്ടിലേക്ക് ആ ഫണ്ട് വരുള്ളൂ. ഫണ്ട് വന്നാൽ മാത്രമേ, ഫണ്ടാണ് നമ്മുടെ നോട്ടമെങ്കിൽ ഫണ്ട് വരുന്ന സമയത്ത് മാത്രമേ നമുക്ക് ഇത് എടുത്തോടാനുള്ള ഒരു ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ ആവുള്ളൂ. 450 എങ്കിൽ 450 അക്കൗണ്ടിലേക്ക് ആക്കി കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പാൻ കാർഡും KYCയും നെഫ്റ്റും ഒക്കെ അവിടെ അപ്ഡേറ്റ് ആയിരിക്കണം. അല്ലാതെ 10,000-ന് പ്രൊഡക്റ്റ് ചാമ്പ്യൻ എടുക്ക്, 25,000-ന് പ്രൊഡക്റ്റ് ചാമ്പ്യൻ എടുത്തതെന്ന് പറഞ്ഞിട്ട് ആ പറയുന്ന കാര്യങ്ങൾ മാത്രം ചെയ്തു കൊടുത്തതിനെ കൊണ്ട് കാര്യമില്ല. ഈ ടീമിൽ നടത്തേണ്ടതായിട്ടുള്ള ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഒരു ലീഡർഷിപ്പിലേക്ക് എത്തുന്ന സമയത്ത്, ഒരു ലീഡർ ആവുന്ന സമയത്ത് നമ്മൾ പഠിക്കണം, നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ചെയ്തു കൊടുക്കണം, അവരെ നമ്മൾ അത് പഠിപ്പിക്കണം. നെക്സ്റ്റ് വൺ നമുക്ക് വേണ്ടത് സൂം എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുക. ഇന്ന് പല ആളുകൾക്കും ഒരു സൂമിൽ കയറാനോ സൂമിന്റെ മെത്തേഡ് എന്താണെന്നുള്ളതോ സൂം എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം എന്നുള്ള അറിയില്ല. ഇത് ഒരാളുടെ മാത്രം അവകാശമോ ഒരാളുടെ മാത്രം ഉത്തരവാദിത്വമല്ല. ഒരു സൂമിലോട്ട് കയറാനും സൂമിൽ പാലിക്കേണ്ടതായിട്ടുള്ള നിയമങ്ങളും, സൂം ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഏത് രീതിയിൽ നമ്മൾ അവിടെ ഇരിക്കണമെന്നും, സൂം ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ വീഡിയോ ഓൺ ആക്കാൻ പറ്റുന്ന ആളുകളെ കൊണ്ട് വീഡിയോ ഓൺ ആക്കിയിട്ടും ആ ഒരു സമയത്ത് കിട്ടുന്ന അവയർനെസ് അത് ശ്രദ്ധയോട് കൂടിയിട്ട് ഗ്രഹിക്കാനും നമ്മൾ എന്ത് ചെയ്യണം, പഠിപ്പിച്ചു കൊടുക്കണം. ഒരു വിദ്യാലയത്തിൽ ഒരു കുട്ടി പോയി ഇരിക്കുന്ന സമയത്ത് അവിടുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടുത്തെ ആ ഒരു ടീച്ചർ നമ്മൾ ആ കുട്ടീനെ എന്ത് ചെയ്യുന്നുണ്ട്, ഡെവലപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. എന്ന പോലെ തന്നെയാണ് ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വരുന്നത്. ഒരു കുട്ടിയുടെ മനോഭാവത്തോട് കൂടിയിട്ട് തന്നെയാണ് ആ ആളിനെ ഒരു ലീഡർ ക്വാളിറ്റിയിലേക്ക് മാറ്റിയെടുക്കേണ്ടത്. എസ് എ ലീഡർ എന്നുള്ള രീതിയിൽ മുകളിലുള്ള അതല്ലെങ്കിൽ അപ്ലൈൻ ആയിട്ടുള്ള നമ്മുടെ ഓരോ ആളുകളുടെയും ഉത്തരവാദിത്തമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. നെക്സ്റ്റ്, ഗ്രൂപ്പിലൂടെ വരുന്ന ഇൻഫർമേഷൻ. നമ്മുടെ ഗ്രൂപ്പ്, പല ആളുകളും ഗ്രൂപ്പിൽ 200-ഉം 250-ഉം ആളുകൾ ഉണ്ടാവാം. പക്ഷെ ഗ്രൂപ്പിലോട്ട് പോസ്റ്റ് ചെയ്യുന്ന ആള് അതല്ലെങ്കിൽ അവിടെ സംസാരിക്കുന്ന ലീഡർ, അയാളുടെ മാത്രം ഉത്തരവാദിത്തമാണ് ആ ഗ്രൂപ്പിന്റെ പ്രൊമോഷൻ എന്നുള്ളത് മാറ്റിയിട്ട് നമ്മുടെ ഓരോ ആളുകളുടെയും ഉത്തരവാദിത്തമാണ് ആ ഗ്രൂപ്പിലൂടെ എന്ത് കാര്യം വന്നാലും പ്രൊമോട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾ ഓരോ ആളുകളും മനസ്സിലാക്കുക. അത് നിങ്ങളുടെ ടീമില്, ഞാൻ എന്റെ ടീമില് ഒരു പുതിയ ഒരു ജോയിനിങ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് ഷെഫീഖ് സാർ ഉത്തരവാദിത്തമല്ല. ആ ആളിനെ ഡെവലപ്പ് ആവേണ്ടതും ആ ആളിന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ള ലീഡർ ഇവിടെ സംസാരിക്കുന്നുണ്ട്, ഞാൻ കൊണ്ടുവന്നിട്ടുള്ള ലീഡർ ഇവിടെ പ്രൊമോഷൻ നടത്തുന്നുണ്ട് എങ്കിൽ എന്റെ ഉത്തരവാദിത്തമാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ എന്നുള്ളത് ആ ആൾക്ക് സ്വമേധയാ തോന്നണമെങ്കിൽ അത് നിങ്ങളെ ഒരു വോയിസിലൂടെയും നിങ്ങളെ പ്രൊമോഷനും ആ ഗ്രൂപ്പിൽ ഉണ്ടായിരിക്കണം. അതല്ലാതെ മുന്നേ വന്നിട്ടുള്ള RTC സംസാരിക്കട്ടെ, STC സംസാരിക്കട്ടെ, ഞാൻ എങ്ങാനും അവിടെ സംസാരിച്ചു പോയാൽ എന്തെങ്കിലും സംഭവിക്കുമോ അല്ലെങ്കിൽ എന്തെങ്കിലും മോശമാകുമോ എന്നുള്ള ആ ഒരു ചിന്താഗതി ഇന്ന് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇന്ന് മാറ്റി നിങ്ങൾ കൊണ്ടുവന്ന ആളുകള് നിങ്ങളുടെ സംസാരവും നിങ്ങളുടെ പരിലാളനയും കിട്ടാനാണ് ആഗ്രഹിക്കുന്നത്. അതല്ലാതെ ഒരു മുബീൻ മുഹമ്മദ് സാറിന്റെയോ അനീസ് സാറിന്റെയോ ഒന്നല്ല. അതൊക്കെ കിട്ടേണ്ട സമയത്തും ആ വലിയ വലിയ ഇവന്റുകളിൽ അവർക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ എന്നും നിൽക്കുന്ന
കൂടെ നിൽക്കുന്ന ആളിന് രാപ്പനി അറിയാം എന്ന് പറഞ്ഞതുപോലെ കൂടെ കൊണ്ടുവന്നിട്ടുള്ള ആളുകൾക്ക് നിങ്ങളെ പൾസ് അറിയാൻ പറ്റുള്ളൂ, നിങ്ങളെ ഇഷ്ടപ്പെടാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഗ്രൂപ്പിൽ എന്തെങ്കിലുമൊക്കെ പോസ്റ്റുകളും എന്തെങ്കിലും പ്രോഗ്രാം വരുന്നുണ്ടെങ്കിൽ അത് ഒരു ലൈക്ക് അടിക്കാനോ തമ്പടിക്കാനോ അതേപോലെ തന്നെ വല്ല പൂവ് വിരിയിക്കുന്ന പിക്ചർ ഇടാനോ നിൽക്കാതെ നിങ്ങൾ നിങ്ങളുടേതായ സ്വരത്തിൽ അവിടെ ഒരു പ്രൊമോഷൻ നടത്തുക. നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ആള് നിങ്ങളെയാണ് വിശ്വസിക്കുന്നത്, നിങ്ങളുടെ പ്രൊമോഷനാണ് അവർ ആഗ്രഹിക്കുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് മാത്രമേ നാളുകളിൽ അവരും ഇതേ പ്രവർത്തനം ടീമിൽ കാഴ്ചവെക്കുന്നുള്ളൂ. അങ്ങനെയാണ് നമ്മളെ ടീം വളരുള്ളൂ. അല്ലാതെ ചുമ്മാ അവിടെ ഇരുന്നതിനെ കൊണ്ടോ ഒരു ലൈക്ക് അടിച്ചതിനെ കൊണ്ടൊന്നും നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ്സിൽ എന്താവാൻ പറ്റൂല, ഒരു ലീഡർ ആവാൻ സാധിക്കില്ല. ഒരു ലീഡറുടെ ക്വാളിറ്റിയാണ് ഞാൻ നിങ്ങൾക്ക് ഓരോന്നോരോന്നായിട്ടും പറഞ്ഞു തരുന്നത്. ഒരു ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറയുന്നത് അവിടെ ഐഡിയ അടിക്കുന്ന സമയത്ത് മാത്രമേ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടറുകളും, ഡിസ്ട്രിബ്യൂട്ടറിൽ നിന്നും നിങ്ങളുടെ മനോഭാവം എവിടേക്ക് മാറണം, ഒരു ലീഡർഷിപ്പിലേക്ക് മാറണം. നെക്സ്റ്റ് വൺ, നമ്മുടെ പ്രൊഡക്റ്റിന്റെ കാറ്റഗറി. ഇന്ന് പല ആളുകൾക്കും അറിയില്ല പ്രൊഡക്റ്റ് കാറ്റഗറീസ് എത്ര പ്രൊഡക്റ്റ് കാറ്റഗറി ഉണ്ട് എന്നുള്ളത്. നമുക്കറിയാം G75, G35 എന്ന് പറഞ്ഞാൽ 1000 രൂപയുടെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ബിസിനസ് വോളിയം കിട്ടും, 1000 രൂപയുടെ പർച്ചേസ് 35 ചെയ്ത് കഴിഞ്ഞാൽ എത്ര ബിസിനസ് വോളിയം കിട്ടും. അത് പ്രത്യേകിച്ച് നിങ്ങൾ ഓരോ ആളുകൾക്കും പറഞ്ഞു കൊടുക്കുക. 1000 രൂപയുടെ പർച്ചേസ് G75 എന്ന് പറയുന്ന കാറ്റഗറി പ്രൊഡക്റ്റ് ഏതൊക്കെയാണ്? എലമെന്റ്സ്, ഓൺ ആൻഡ് നോൺ, ഇന്ത്യാഗ്രോ. ഈ 3 കാറ്റഗറിയും എന്താണ്? G75 ആണ് എന്നുള്ളതും. അതേപോലെ തന്നെ G35, ഹോം കെയർ, ന്യൂ സ്റ്റാർ, ഈ പറയുന്ന 6 പ്രൊഡക്റ്റും പ്ലസ് ഡിജിറ്റലി നമുക്ക് MI DigiWorld എന്ന് പറയുന്ന പ്രൊഡക്റ്റും ആണ് നമുക്ക് ബ്രാൻഡിങ് ആയിട്ടുള്ളത്. അപ്പം നമ്മൾ പ്രൊഡക്റ്റിനെ പറ്റി ഒരു ഡീറ്റെയിൽ പറയുന്ന സമയത്ത് ഈ പറയുന്ന കാറ്റഗറീസ് വെച്ച് തന്നെ പറഞ്ഞു കൊടുക്കണം. കാരണം ആളുകൾക്ക് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന സമയത്ത് നമ്മൾ പറയുന്ന ആരാണ്, ആ ആളിന് ഒന്നും കൂടി എന്താവും, ഒരു ഇംപ്രഷനാണ്. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഒരു പ്രൊഡക്റ്റിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട് എന്നുള്ളത്. അപ്പം 2 ടൈപ്പ് കാറ്റഗറി പ്രൊഡക്റ്റ് ഉണ്ട് എന്നുള്ളതും, നമുക്ക് ഇൻകം തരുന്നത് ടേൺ ഓവറിന്റെ 12% എന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കുക. നമ്മളെ ബിസിനസ് വോളിയത്തിന്റെ 12% നമുക്ക് എന്ത് തരുന്നത്? ടേൺ ഓവർ തരുന്നത്. അപ്പൊ നമുക്ക് ഇൻകം കിട്ടണമെന്നുണ്ടെങ്കിൽ ബിസിനസ് വോളിയത്തിലാണ്. അപ്പം G75 കാറ്റഗറിയിലുള്ള പ്രൊഡക്റ്റ് 1000 എടുക്കുന്ന സമയത്ത് നമുക്ക് 750 ബിസിനസ് വോളിയം കിട്ടുന്നു. വോളിയത്തിന്റെ 12% നമുക്ക് ഇൻകം കിട്ടുന്നത്. അങ്ങനെ ആ സമയത്ത് ഈ പറയുന്ന 35 കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നത് കുറയും. ഇന്ന് നമ്മുടെ ടീമില് പ്രൊഡക്റ്റ് ചാമ്പ്യൻ എടുക്കുന്നുണ്ടെങ്കിൽ ആളുകൾ കൂടുതലും എടുക്കുന്നത് ഏത് പ്രൊഡക്റ്റാണ്? 35 ആണ്. അതുകൊണ്ട് തന്നെ ഇന്ന് വരുമാനം കൂടുതൽ സെയിൽസ് കാണുന്നുണ്ട്, പക്ഷെ നമുക്ക് വരുമാനം കൂടുതലാവുന്നില്ല. നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക, ഒരു സിഗരറ്റ് വിൽക്കുന്ന പീടികയിൽ എപ്പോഴും ഒരു സർവത്തോ അതല്ലെങ്കിൽ നാരങ്ങ സോഡ ഉണ്ടാവും. മനസ്സിലാക്കേണ്ടത്, സിഗരറ്റ് വിറ്റ് കഴിഞ്ഞാൽ പൈസ മാത്രമേ പ്രോഫിറ്റ് ഉള്ളൂ. എന്നാൽ നാരങ്ങ സോഡയും ഈ പറയുന്ന സർവത്തും വിൽക്കുന്ന സമയത്ത് 100% അവിടെ എന്താണ്? പ്രോഫിറ്റ് ആണ്. എന്ന പോലെയാണ് നമ്മുടെ കമ്പനി 35 വെച്ച് തന്നിട്ടുള്ളത്. ഒരു പുതിയ ആളിലേക്ക് എലമെന്റ്സും ഓൺ ആൻഡ് നോണുമായി ഇന്ത്യാഗ്രോവുമായിട്ട് കയറാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ 35 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ആളിലേക്ക് കയറി ചെല്ലാൻ സാധിക്കുന്നുണ്ട്. ആ 35 നമ്മൾ 75 കൺവേർട്ട് ചെയ്തെടുക്കുന്നത്. അപ്പം ഈ പറയുന്ന 2 കാറ്റഗറിയും മനസ്സിലാക്കുക. അതേപോലെ തന്നെ നമുക്ക് ഇൻകം കിട്ടുന്നത് 12%. ബിസിനസ് വോളിയത്തിന്റെ 12%. ക്യാഷിലോട്ട് പറയുകയാണെങ്കിൽ 9% എന്നുള്ളതും നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അടുത്തത്, ഏതൊരു പ്രോഗ്രാമിലേക്ക് പോകുന്ന സമയത്തും നമ്മളെ ലീഡേഴ്സ് നമ്മളോട് പറയാറുണ്ട്, ഒരു പേനയും ഡയറിയും അല്ലെങ്കിൽ ഒരു ബുക്കും എടുക്കണം എന്നുള്ളത്. അത് മാറി മാറി എടുക്കുന്ന സ്വഭാവം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റുക, ഇന്നു മുതൽ മാറ്റുക. ഒരു പേനയും ഡയറിയും നിങ്ങൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ പേനയും ഡയറിയും തന്നെ എന്ത് ചെയ്യുക, അത് തീരുന്നത് വരെ ഡേറ്റ് വൈസ് ചെയ്തിട്ട് എഴുതുക, അത് ഉപയോഗിക്കാം. അങ്ങനെ ആകുന്ന സമയത്ത് നമുക്ക് ഓരോ പ്രോഗ്രാമും കഴിഞ്ഞു വന്നതിന് ശേഷം നമുക്ക് ഇതൊന്നും എന്ത് ചെയ്യാം, റെഫർ ചെയ്യാം, പിറകിലോട്ട് മറച്ചു നോക്കാം, കാര്യങ്ങൾ മനസ്സിലാക്കാം, നമുക്ക് ടീമിനെ പഠിപ്പിച്ചു കൊടുക്കാം. അതല്ലാതെ പോകുന്ന സമയത്ത് ഒരു നോട്ട് ബുക്ക് വാങ്ങുക, ആ പ്രോഗ്രാമിന് പോവുക, എഴുതി വെക്കുക, അത് വീട്ടിൽ കൊണ്ടുവന്ന് വേറെ എവിടെയും വെക്കുക. അത് കഴിഞ്ഞ് അടുത്ത പ്രോഗ്രാം വരുമ്പോൾ ഒരു നോട്ട് ബുക്ക് വാങ്ങുക, എഴുതുക, ഈ പറയുന്ന പരിപാടി ഒഴിവാക്കുക. പെർമനന്റ് ആയിട്ട്
ഒരു വർഷത്തേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഡയറി വാങ്ങുവെക്കുക. അത് വളരെ വ്യക്തമായിട്ടും അതിൻ്റെ അകത്ത് കാര്യങ്ങൾ ലീഡേഴ്സ് ട്രെയിനിങ്ങോ മീറ്റിങ്ങോ എന്താണോ കാര്യങ്ങൾ, ആ കാര്യങ്ങൾ അതിൽ എഴുതുക. അത് നാളെ ടീമിനെ കൊണ്ടും ചെയ്യിപ്പിക്കാം. നെക്സ്റ്റ്, നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് വേണ്ട ടൂള്. ഇന്ന് പല ആളുകളും പ്രൊഡക്റ്റിന്റെ ബുക്കോ അതല്ലെങ്കിൽ നമ്മുടെ ഡയറിയോ ഈ പറയുന്ന കോമ്പിനേഷൻ ബുക്ക് ഇങ്ങനെ പറയുന്ന ഒരുപാട് ടൂളുകൾ നമുക്കുണ്ട്. ഇത്രയും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഇന്ന് ഈ ഒരു ബിസിനസ്സിൽ വളരെ സിൻസിയർ ആയിട്ടും സീരിയസ് ആയിട്ടും ഫുൾ ടൈമർ ആയിട്ട് ഇറങ്ങി വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ മാറ്റുക. നിങ്ങൾ ആ ആളിന് കൊണ്ടുപോകാനുള്ള ഒരു ബാഗ്, ആ ബാഗിൽ എന്തൊക്കെ ടൂളുകളാണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ഒരു പ്രൊഫഷണൽ ആയിട്ട് പോകുന്ന ഡയറക്ട് സെല്ലർ ആയിട്ട് പോവുകയാണെങ്കിൽ ആ ഡയറക്ട് സെല്ലർക്ക് വേണ്ട എല്ലാ ടൂളുകളും അയാളുടെ കയ്യിലുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഇത് നാളുകളിൽ നമ്മൾ ഉറപ്പുവരുത്തുക എന്ന് മാത്രമല്ല നമ്മുടെ ടീമിനെ കൊണ്ടും എന്ത് ചെയ്യിപ്പിക്കുക, ഇംപ്ലിമെന്റ് ചെയ്യിപ്പിക്കുക. ഇത് തന്നെ അവരെ കൊണ്ട് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യിപ്പിക്കുക. നമ്മളെ സംബന്ധിച്ച് നമ്മളെ ടീമിൽ ബേസിക് ആയിട്ടുള്ള ഇത്രയും കാര്യങ്ങൾ നമ്മളൊന്ന് ഇംപ്ലിമെന്റ് ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ നാളുകളിൽ ഈ ഒരു ബിസിനസ്സുമായി മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിന് ഉണ്ടാവാൻ സാധിക്കും. അതിലൊരു തർക്കമില്ല. നെക്സ്റ്റ് വൺ, എല്ലാ ആഴ്ചയിലും നമുക്കറിയാം കമ്പനി GTS ഇന്ന് എല്ലാ ജില്ലകളിലും നടക്കുന്നുണ്ട്. ആ ജില്ലകളിലൊക്കെ തന്നെ ഇന്നലെ വരെ 30 രൂപ കൊടുത്തിട്ടാണ് നമ്മൾ എൻട്രി ചെയ്തതെങ്കിൽ ഇന്നലെ മുതൽ അത് ഫ്രീ ആയി. ഈ ഒരു മന്ത് മുതൽ ഫ്രീ ആയിട്ടുണ്ട്. കമ്പനി GTS എല്ലാ വീക്കിലും എന്ത് ചെയ്തോളാം, അറ്റൻഡ് ചെയ്യുക. വീക്കിലി GTS മസ്റ്റ് ആക്കുക. അതിൽ ഒരു മാറ്റം ഉണ്ടാവാൻ പാടില്ല. ഇന്ന് പുതിയ ആളുകളാണെങ്കിലും നേരത്തെ വന്നിട്ടുള്ള ആളുകളാണ് കേട്ടത് തന്നെയല്ലേ ഞാൻ കേൾക്കാനുള്ളത്. എന്തിനാ ഞാൻ പോയിട്ട് GTS അറ്റൻഡ് ചെയ്യുന്നത് എന്നുള്ളത് ഒരാൾ പോലും ചിന്തിക്കരുത്. നമ്മൾ മനസ്സിലാക്കുക, നിങ്ങളെ കയ്യിലുള്ള മൊബൈൽ എത്ര വില കൂടിയ മൊബൈൽ ആണെങ്കിലും അതിന്റെ ചാർജ് തീരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ചാർജ് കയറ്റണം. വില കൂടിയ എത്ര വലിയ ബുള്ളറ്റ് ആണെങ്കിലും കാറാണെങ്കിലും ശരി, ആ ഫ്യൂവൽ തീർന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്തോളണം, ഫ്യൂവൽ അടിച്ചോളണം, ഡീസൽ അടിച്ചോളണം, പെട്രോൾ അടിച്ചോളണം എന്ന പോലെയാണ് സുഹൃത്തുക്കളെ. നിങ്ങൾ എത്ര വലിയ മോട്ടീവ് ആയിട്ടുള്ള ആളാണെങ്കിലും ശരി, നിങ്ങള് മോട്ടിവേഷൻ നിങ്ങൾക്ക് കുറയുന്ന സമയത്ത്, നിങ്ങളിലുള്ള ഒരു വിശ്വാസം ഇടയ്ക്കൊന്ന് മാറുന്ന സമയത്ത് ആ വിശ്വാസം വീണ്ടും ഒന്ന് ഊട്ടിയുറപ്പിക്കാൻ ഒരു ബിലീഫ് ഉണ്ടാവാനാണ് GTS സെന്ററുകൾ യൂസ് ചെയ്യേണ്ടത്. എന്ന് പറഞ്ഞാൽ ഈ ഒരു ബിസിനസ്സുമായി മുന്നോട്ട് പോകാനുള്ള ഫ്യൂവലാണ് GTS. ഈ ബിസിനസ്സുമായി മുന്നോട്ട് പോകാനുള്ള ഫ്യൂവലാണ് GTS. അതുകൊണ്ട് ഞാൻ കേട്ടത് തന്നെ ഇനിയും പോയി കേൾക്കണോ എന്നുള്ള പരാതി ആരെങ്കിലൊക്കെ ചോദിക്കുന്നും പറയുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ആ പറയുന്ന കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ മാറ്റം വരുത്തുക. പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളത് ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാനൊക്കെ ഉണ്ട്. പക്ഷെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞാലൊന്നും നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളെ തലയിൽ നിൽക്കണമെന്നില്ല. എക്സ്പീരിയൻസും അതേപോലെ തന്നെ അച്ചീവ്മെന്റുകളൊക്കെ ഒരുപാട് പറയാനുണ്ട്. ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വന്ന് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ പറയേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. എപ്പോഴും ഈ ഒരു ബിസിനസ്സിലേക്ക് പോയി കുറെ കഴിയുന്ന സമയത്ത് നമ്മൾ മറ്റുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു നോക്കുക. ഈ ഒരു ബിസിനസ്സിലേക്ക് അച്ചീവർ ആയിട്ടുള്ള പല ലീഡേഴ്സിന്റെയും സ്റ്റോറി പറയുന്ന സമയത്ത് അവരവരുടെ സ്റ്റോറി പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, മോട്ടീവ് ആവുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്നൊരു പക്ഷേ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന നിങ്ങളുടെ കഥ പറഞ്ഞാൽ ഒരു പക്ഷെ ആരും കേൾക്കാനുണ്ടാവില്ല. കാരണം കഷ്ടപ്പാടിന്റെ കഥയായിരിക്കാം. എന്നാൽ ഈ ഒരു ബിസിനസ്സിലേക്ക് 2 or 3 വർഷം പിടിച്ചു നിന്ന് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കഷ്ടപ്പാടുകളും മറ്റുള്ള ആളുകൾക്ക് മോട്ടീവായി മാറും എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. നിങ്ങളുടെ പല കഥകളും ഇന്ന് പല ആളുകൾക്കും ഒരു റോൾ മോഡൽ ആവാനും ഇൻസ്പയറിംഗ് ആവാനൊക്കെ സാധിക്കും. ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വന്ന് 2020 വന്നു, 25 എത്തുന്ന സമയത്ത് 2 വർഷം കോവിഡ് ആണ്. പല ആളുകളും കോവിഡ് ആഘോഷിച്ചിട്ടുണ്ട്. ചക്കച്ചോള, ചക്കച്ചവണി, ബക്കറ്റ് ചിക്കൻ എന്നീ കാര്യങ്ങളൊക്കെ ആഘോഷിച്ച സമയത്ത് MI ലൈഫ്സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഈ ഒരു ആശയം കയ്യിൽ കിട്ടി, ഒരു ID കാർഡ് കഴുത്തിലണിഞ്ഞു. അങ്ങനെ മാർക്കറ്റിലേക്ക് ഇറങ്ങിയതിന്റെ, മാർക്കറ്റിന്റെ പൾസ് അറിഞ്ഞ് പ്രവർത്തിച്ചതിന്റെ ഫലമാണ് ഇന്ന് കമ്പനിയുടെ നാഷണൽ ടീം കോർഡിനേറ്റർ എന്ന് പറയുന്ന റാങ്കിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്.
കോടിക്കണക്കിന് രൂപേന്റെ ടേൺ ഓവർ ഈ ഒരു കമ്പനിയിലേക്ക് എത്തിച്ചു കൊടുക്കാൻ സാധിച്ചു. നമ്മളെ മാത്രം കഴിവല്ല, നമ്മളെ ടീമിൽ വന്നിട്ടുള്ള പല ആളുകളുടെയും കഴിവാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അതുകൊണ്ട് ഇന്ന് നിങ്ങളുടെയൊക്കെ താഴെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഒരാളെയും അവൻ ശരിയാവില്ല, ഇവള് ശരിയാവില്ല എന്ന് പറയുന്ന ആ ഒരു അണ്ടർ എസ്റ്റിമേറ്റ് അതൊരിക്കലും ചെയ്യണ്ട. നാളുകളില് ഒരാളിലൂടെ ഒരാളല്ല വരാൻ പോകുന്നത്, ഒരു ഇൻട്രസ്റ്റ് തന്നെയാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നിട്ടുള്ള ആളുകള് 2 ടൈപ്പിലാണ് കടന്നു വരുന്നത് എന്നുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ട്. ആദ്യത്തെ ടൈപ്പ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിധി എഴുതി വെക്കും, 6 മാസം ചെയ്തു നോക്കട്ടെ, 1 വർഷം ചെയ്തു നോക്കട്ടെ, ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ ചെയ്ത പരിപാടിയിലേക്ക് എന്നെ റിട്ടേൺ പോവാം എന്നുള്ളത്. നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളത് തുനിഞ്ഞിറങ്ങുക എന്നുള്ളത് മാത്രമാണ് ഇവിടെ നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. അല്ലാതെ 6 മാസമോ 1 വർഷമോ എന്നുള്ള കണ്ടീഷൻസ് ഒന്നും ഇവിടെ അല്ല. അൺകണ്ടീഷൻ ആയിട്ട് തുനിഞ്ഞിറങ്ങുന്ന ആളുകളെ പോലെ നിങ്ങൾ ഇറങ്ങാൻ മുന്നോട്ടേക്ക് നിങ്ങളുടെ കാല് ചലിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ബിസിനസ്സിലൂടെ നിങ്ങൾക്ക് നേടാൻ പറ്റുന്നതിനെക്കാട്ടും, നിങ്ങൾ നെയിം ചെയ്തതിനെക്കാട്ടും വലിയ നേട്ടങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളത് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഒരു ലീഡർ എന്ന് പറയുന്നത് ദിശാബോധത്തിൽ നയിക്കുന്ന ആളാണ്. ആരാണ് ദിശാബോധത്തിൽ നയിക്കുന്ന ആള്? ഒരു കപ്പൽ നയിക്കുന്ന ആള് ദിശാബോധത്തിൽ നയിച്ചാൽ മാത്രമേ ആ ഒരു കപ്പൽ എവിടെ എത്തുന്നുള്ളൂ, ആ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നുള്ളൂ. ഏതൊരു ആൾക്കും ഒരു ദിശാബോധം ഉണ്ടായിരിക്കണം. ഒരു ഡ്രൈവർ ആണെങ്കിൽ ദിശാബോധത്തിൽ നയിച്ചാൽ മാത്രമേ ആ ഒരു വേണ്ട സ്ഥലത്ത് എത്തിപ്പെടുള്ളൂ. അതേപോലെ എന്റെ ടീമിനെ നയിക്കേണ്ട ഒരു ലീഡർ ഞാനാണെങ്കിൽ നിങ്ങൾക്ക് ദിശാബോധത്തിൽ നയിക്കാനുള്ള ഒരു കഴിവും നിങ്ങൾക്ക് ഓരോ ആളുകൾക്കും ഉണ്ടാവട്ടെ. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾ ഈ പറയുന്ന ഓരോ പടിയും കടന്ന് ഡയമണ്ട് ആയിട്ടോ ITC ആയിട്ടോ ഒക്കെ നിങ്ങൾ എത്തുന്നുള്ളൂ. അതുകൊണ്ട് ദിശാബോധത്തിൽ നയിക്കുന്ന ഒരു വലിയ ഒരു ടീമായി മാറാൻ നിങ്ങൾക്ക് ഓരോ ആളുകൾക്കും സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, സാറേ സമയമില്ലേ?